एक तरफ उसका घर, एक तरफ मैं कदा, एक तरफ उसका घर, एक तरफ मैं कदा, एक तरफ उसका घर, एक तरफ मैं कदा. ഗസൽ പ്രേമികൾ ഏറെ വേദനയോടെയാണ് കഴിഞ്ഞ ദിവസം ഗസൽ മാതൃകൻ പങ്കജ് ഉദാസിന്റെ മരണവാർത്തയെ സ്വീകരിച്ചത്. പലപ്പോഴും സിനിമാ ഗാനങ്ങളെ പിന്നിലാക്കി ഗസൽ ആസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിച്ചപ്പോൾ അതിൽ ഒരു കാരണക്കാരൻ പങ്കജായിരുന്നു. ജഗ്ജിത് സിംഗ് വിടവാങ്ങിയപ്പോൾ ഗസൽ പ്രേമികൾ ആശ്വാസം കണ്ടെത്തിയതും പങ്കജിലായിരുന്നു. രാജ്യം 2006 പത്മശ്രീ നൽകി ആദരിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ പങ്കജ് പ്രേക്ഷകരുടെ ഇഷ്ടം എന്ന പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ സുവർണ കാലഘട്ടം അവസാനിച്ചപ്പോൾ അതുണ്ടാക്കിയ ശൂന്യത ഇല്ലാതാക്കിയത് ഗസലുകളായിരുന്നു. ഗസൽ ഗാനങ്ങൾക്കും ഗായകർക്കും അതുണ്ടാക്കിക്കൊടുത്ത സ്വീകാര്യത ചെറുതായിരുന്നില്ല. ഈ കാലഘട്ടമായിരുന്നു പങ്കജിന്റെ ഗാനങ്ങൾക്കും ആരാധകരെ കൂട്ടിയത്. ശാസ്ത്രീയ സംഗീതം പഠിച്ച പങ്കജിന്റെ ഗസലുകൾക്ക് ആ ടച്ച് ഇല്ലാതിരുന്നു എന്നതായിരുന്നു മറ്റു ഗായകരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയതും. ആളുകളെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ സിനിമയിലെ ഗാനങ്ങളെ പോലെ കോർത്തിണക്കിയവയായിരുന്നു പങ്കജിന്റെ ഗസലുകൾ. ദിൽ കോഫി ഇത്തന, दिन को भी इतना अंधेरा है मेरे कमरे में, दीवारों से मिलकर, एक तरफ इसका, एक तरफ उसका घर, एक तरफ मैं कदा, एक तरफ उसका घर, एक तरफ मैं कदा. चिट्ठी आई है, चिट्ठी आई है, आई है, चिट्ठी आई है, चिट्ठी आई है, आई है, चिट्ठी आई है, चिट्ठी आई है, वतन से चिट्ठी आई है. തുടങ്ങിയ ഗാനങ്ങൾ സിനിമാ ഗാനങ്ങളെ പോലും വെല്ലുന്നവയായിരുന്നു. 1951 മെയ് 17 ഗുജറാത്തിലെ ജത്പൂരിൽ സംഗീത അഭിരുചിയുള്ള കുടുംബത്തിലായിരുന്നു പങ്കജിന്റെ ജനനം. പതിവ് ശൈലിയിൽ നിന്ന് വഴിമാറിയ നനവാർന്ന ശബ്ദവും ആലാപന ശൈലിയും കൊണ്ടാണ് പങ്കജ് ആസ്വാദകരുടെ ഹൃദയം കവർന്നത്. സിനിമാ ഗസൽ രംഗങ്ങളിൽ സജീവമായിരുന്ന സഹോദരന്മാർ മൻഹർ ഉദാസ്, നിർമ്മൽ ഉദാസ് എന്നിവരെ പിന്മാറ്റി സംഗീത ലോകത്തേക്കുള്ള വരവ്. പിതാവ് ഖേശുഭായ് ഉദാസ് മക്കളുടെ സംഗീത അഭിരുചി തിരിച്ചറിഞ്ഞ് രാജ്കോട്ടിലെ സംഗീത അക്കാദമിയിൽ ചേർക്കുകയായിരുന്നു. തബലയായിരുന്നു പങ്കജിന് താല്പര്യം. പിന്നീട് ആലാപനത്തോട് ഇഷ്ടം തോന്നുകയായിരുന്നു. അതോടെ ഖുലാം ഖാദിർ ഖാൻ, ഖാലിയോർ ഘരാനയിലെ നവരംഗ് നാക്കൂക്കർ എന്നിവരുടെ ശിഷ്യനായി. സിനിമാ പാട്ടുകളേക്കാൾ ഗസലുകളോടായിരുന്നു പങ്കജിന് പ്രണയം. അതിനായി ഉറുദു ഭാഷ പഠിച്ചു. താമസിക്കാതെ ഉഷാ ഖാൻ സംഗീതം നിർവഹിച്ച് കമാന എന്ന ചിത്രത്തിലൂടെ ആദ്യ സിനിമാ ഗാനം. ചിത്രം അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പങ്കജ് ഗസലിനെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1980 അഹദ് എന്ന ആൽബത്തിലെ ഗസലുകളിലൂടെയും 1986 മകേഷ് ഭട്ട് സിനിമയായ നാമിലെ ചിട്ടി ആയി ഹേ എന്ന പാട്ടിലൂടെയുമാണ് പങ്കജ് ശ്രദ്ധ നേടിയത്. നാമിലെ ഈ വിജയത്തിന് പിന്നിൽ അമ്മയുടെയും 2 മക്കളുടെയും കഥയോ മകേഷ് ഭട്ടിന്റെ സംവിധാന മികവോ മാത്രമായിരുന്നില്ല. ആനന്ദ് ബഷ്കി രചിച്ച് ലക്ഷ്മികാന്ത് പ്യാരിലാൽ ഈണമിട്ട് പങ്കജ് ഉദാസ് ആലപിച്ച ചിട്ടി ആയി ഹേ എന്ന ഒറ്റ ഗാനമാണ് നാമിലെ ബോക്സ് ഓഫീസിലെ ആഘോഷമാക്കി മാറ്റിയതെന്ന് സമ്മതിക്കാത്തവർ കുറവായിരിക്കും. പിന്നീട് മൊഹറിലെ നാ കജീദാർ ആൽബങ്ങളിലെ ചന്ദി ജയ്സംഗ്, ഏക് തരിഫ് ഉസ്കാ ഘർ തുടങ്ങിയ അവിസ്മരണീയ ഗാനങ്ങൾ തന്റെ നനവാർന്ന ശബ്ദത്തിലൂടെ ആലപിച്ച് പങ്കജ് ജനഹൃദയങ്ങൾ കീഴടക്കി. പിന്നാലെ ഓരോ വർഷവും ഇറങ്ങിയ ഗസലുകളും ആൽബങ്ങളും ഹിറ്റായി. ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകർക്ക് 50ലധികം ആൽബങ്ങളും 100ലധികം സമാഹാര ആൽബങ്ങളും അദ്ദേഹം സമ്മാനിച്ചു. സിനിമാ ഗാനങ്ങൾ വീണ്ടും പ്രേക്ഷകരെ കയ്യിലെടുത്തപ്പോൾ ജഗ്ജിത് സിംഗിനെ പോലെ തൻ്റെതായ ഇടം കണ്ടെത്താൻ പങ്കജിന് കഴിഞ്ഞില്ല എന്നതായിരുന്നു മറ്റൊരു സത്യം. എങ്കിലും പങ്കജ് ഒരുക്കിയ ഗസൽ ഈണങ്ങൾ പ്രേക്ഷക മനസ്സിലെവിടെയോ ഒളിഞ്ഞു കിടക്കുന്നു. പൊടുന്തനെ വിട പറയുമ്പോൾ പങ്കജ് ബാക്കി വെക്കുന്നതും ഈ ഈണങ്ങളാണ്.